സുഹൃത്തുക്കളെ, എല്ലാവർക്കും ക്രിയേറ്റീവ് കൺസെപ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിസ്റ്ററിനെ പറ്റിയാണ്. എന്താണ് ട്രാൻസിസ്റ്റർ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, അത്തരം കാര്യങ്ങളാണ് ട്രാൻസിസ്റ്റർ ചർച്ച ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ആക്റ്റീവ് ഡിവൈസാണ്, നമുക്കറിയാവുന്ന പോലെ. അത് ഇൻവെൻറ്റ് ചെയ്യുന്നത് 1949 ബെൽ എന്ന് പറയുന്ന കമ്പനിയിൽ ശാസ്ത്രജ്ഞന്മാരായ ജോൺ ബാർഡിൻ, W.H. ബ്രാറ്റിൻ, വില്യം ഷോക്ലി എന്ന് പറയുന്ന 3 ശാസ്ത്രജ്ഞന്മാരാണ് ഈ സെമികണ്ടക്ടർ, സാൻഡ്വിച്ച് ടൈപ്പിലുള്ള ഈ സെമികണ്ടക്ടറിനെ കണ്ടെത്തുന്നത്. അതിനവർക്ക് നോബൽ പ്രൈസ് കിട്ടിയായിരുന്നു 1956 തോന്നുന്നു. അതിനുശേഷമാണ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ശാഖക്ക് ഇത്തരം വളരാൻ സാധിച്ചത്. ഈ ട്രാൻസിസ്റ്റർ കണ്ടെത്തിയത് കൊണ്ടാണ്. ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന ട്രാൻസിസ്റ്ററിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്ന ട്രയോഡുകളായിരുന്നു. ട്രയോഡുകൾ വളരെ വലിയ ഈ രൂപത്തിലായിരുന്നു. ട്രയോഡുകൾ ഇങ്ങനെ ഇതാണ്, 3 ലെഗുകൾ ഉണ്ടാവും. ഇതിനകത്തൊന്ന് ഗ്രിഡ് എന്ന് പറയുന്ന ആനോഡ്, കാഥോഡ്. ഈ ഗ്രിഡാണ് ബേസ് പോലെ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്തിരുന്നത്. ഇതൊരു കോയിലായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഈ കോയിൽ ചൂടായാലാണ് ഇലക്ട്രോണുകൾ പുറപ്പെടുകയുള്ളൂ. ഇപ്പം അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ പിക്ചർ ട്യൂബ് അതിൻ്റെ വേറൊരു രൂപമാണ്. അത് പെൻഡോഡ് ടൈപ്പിലുള്ള ഈ പഴയ പിക്ചർ ട്യൂബ്, വാക്വം ട്യൂബ്. ഇപ്പം ഉപയോഗിക്കുന്ന LCD LED TVകളാണ്. മുമ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ വാക്വം ട്യൂബ് പെൻഡോഡുകളായിരുന്നു, പിക്ചർ ട്യൂബുകളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇനി അത്തരം വിഷയത്തിലോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞെന്ന് മാത്രം. ട്രാൻസിസ്റ്ററുകൾ 2 ടൈപ്പ് ഉണ്ട്. PNP ടൈപ്പും ഉണ്ട്, NPN ടൈപ്പും ഉണ്ട്. ബൈപോളർ ജംഗ്ഷൻ, ഇതിനെ ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, BJT എന്ന് പറയും. BJT ഇതാണ് സാധാരണ നമ്മൾ മറ്റു വലിയ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഒന്നുമല്ല ഉപയോഗിക്കുന്നത്. സാധാരണ ചെറിയ ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുന്നത് BJT ടൈപ്പിലുള്ള ട്രാൻസിസ്റ്ററുകളാണ്. ഇത് NPN ഉണ്ട്, NPN ടൈപ്പ് ഉണ്ട്, PNP ഉണ്ട്. NPN എന്ന് പറയുമ്പോൾ സിമ്പല് ഇതാണ് NPNൻ്റെ സിമ്പല്. ഈ ആരോ പുറത്തോട്ടാണെങ്കിൽ NPNും ആരോ അകത്തോട്ടാണെങ്കിൽ PNPയും. ഈ ആരോ അകത്തോട്ട് എമിറ്ററിലാണ് ആരോ ഇടുന്നത്. ആരോ അകത്തോട്ടാണെങ്കിൽ PNP എന്നും പുറത്തോട്ടാണെങ്കിൽ NPN എന്നും ആണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് N വരുമ്പോൾ ഇലക്ട്രോണുകൾ ഇങ്ങനെ പ്രയോഗിക്കണം. ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അത് ഓർത്തിരുന്നാൽ മതി. ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് കറണ്ടിൻ്റെ ഡയറക്ഷനാണ് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇലക്ട്രോൺ ഇങ്ങനെ ഒഴുകുന്നത്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കറണ്ട് ഒഴുകുന്നു. P ആണ് ഇവിടെ, N ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെ കറണ്ട് ഇലക്ട്രോണോട് ഒഴുകുന്നത്, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അകത്തോട്ട് കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ജസ്റ്റ് ഇതാണ് ഒരു സ്ട്രക്ചർ ട്രാൻസിസ്റ്ററിൻ്റെ. ഇത് എന്ന് പറയുമ്പോൾ ഇത് എമിറ്റർ, ബേസ്, കളക്ടർ. എമിറ്റർ ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ്, NPN ട്രാൻസിസ്റ്ററാണ്. ഈ ബേസ്, ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ഹെവിലി ഡോപ്ഡ് ആയിരിക്കുള്ളൂ. ഡോപ്പിംഗ് എന്താണ്, സെമികണ്ടക്ടറിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണ് എന്ന കാര്യങ്ങൾ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അത് ഒന്ന് ജസ്റ്റ് നോക്കുക, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഡോപ്പിംഗ്. അപ്പോൾ ബേസ് ഹെവിലി ഡോപ്ഡ് ആണ്. എമിറ്ററും കളക്ടറും നോർമലി ഡോപ്ഡ് ആണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബയാസിംഗ് ഉണ്ട്. ബയാസിങ്ങിനെ പറ്റി ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഇതൊരു ബയാസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ആക്റ്റീവ് റീജിയനിലെ ബയാസിങ്ങിലാണ് വെച്ചേക്കുന്നത് ഈ ട്രാൻസിസ്റ്റർ. എന്തുകൊണ്ടെന്നാൽ ഇത് ഈ ബയാസിങ്ങിലാണ് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. ഈ വേറെ 2 ബയാസിംഗ് ഉണ്ട്, ഞാൻ പറയാം. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി ബയാസിങ്ങളെ പറ്റി പറയാം. ഈ ആക്റ്റീവ് ബയാസ് മോഡിൽ എമിറ്റർ ടു ബേസ് ഫോർവേഡ് ബയാസും കളക്ടർ ടു ബേസ് റിവേഴ്സ് ബയാസിലും വെക്കുക.
എമിറ്റർ ടു ബേസ് എത്ര പൊട്ടൻഷ്യലാണ് കൊടുത്തത് അതിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുക്കണം കളക്ടർ ടു ബേസ്, എന്നാലും ആംപ്ലിഫിക്കേഷൻ നടക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ കൊടുത്തേക്കണ ഒരു 3 വോൾട്ടാണെന്ന് വിചാരിച്ചു, ഇവിടെ 9 വോൾട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൺസിഡർ 9 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലാണ് ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് 3 വോൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 9 വോൾട്ടാണെന്ന് സങ്കല്പിക്കും. അപ്പോൾ ഈ സമയത്താണ് ഫോർവേഡ് ഇലക്ട്രോണുകൾ ഫോർവേഡ് ഇവിടെ സഞ്ചരിക്കുകയുള്ളൂ. എന്നാലും ഹെവിലി റിവേഴ്സ് ബയാസ് മൂലം ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ഒഴുകുകയുള്ളൂ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറയാം. ഈ ഇലക്ട്രോണുകൾ ഈ ഇവിടുത്തെ പൊട്ടൻഷ്യൽ കാരണം, ഈ 3 വോൾട്ട് പൊട്ടൻഷ്യൽ കാരണം ഈ ഇലക്ട്രോണുകൾ റിപ്പൽ ചെയ്ത് ജംഗ്ഷനിലൂടെ നീങ്ങും. അതുപോലെ തന്നെ ഇവിടുത്തെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കാരണം ഹോൾസ് ജംഗ്ഷനിലോട്ട് നീങ്ങും. അങ്ങനെ ഈ ജംഗ്ഷനെ ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനു വേണ്ടി ഇതൊരു 0.7 വോൾട്ടാണ്. ഇതൊരു സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 0.7 വോൾട്ടാണ് ഇതിൻ്റെ ബാരിയർ വോൾട്ടേജ്, ഈ ജംഗ്ഷൻ ബ്രേക്ക് ചെയ്യാനുള്ള. അപ്പോൾ ഇത് ജംഗ്ഷൻ ബ്രേക്ക് ചെയ്ത് 3 വോൾട്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ ജംഗ്ഷൻ ബ്രേക്ക് ചെയ്ത് ഹോൾസുകൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകളിലെ ശക്തമായ റിവേഴ്സ് ബയാസ് കാരണം കൂടുതൽ ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് പോരും. കുറച്ച് ഇലക്ട്രോണുകൾ മാത്രമേ ഇതിലേക്കൂടി സഞ്ചരിച്ച് ഈ പോസിറ്റീവ് ടെർമിനലിൽ വരുവുള്ളൂ. ബാക്കി ഇലക്ട്രോണുകൾ മൊത്തം ഈ ഭാഗത്തോട്ട്, എന്ന് വെച്ചാൽ 9 വോൾട്ടിൻ്റെ പൊട്ടൻഷ്യൽ കാരണം, എന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലാണല്ലോ, റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ഇവിടെ റിവേഴ്സ് ബയാസ് കൊടുത്തേക്കണം കാരണം. അപ്പോൾ ഈ ജംഗ്ഷനിലോട്ട് വന്ന ഇലക്ട്രോണുകൾ, കുറച്ച് ഇലക്ട്രോണുകൾ മാത്രമേ ഇങ്ങോട്ട് പോരുള്ളൂ, ബാക്കി ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് പോകും. അതുപോലെ ഹോൾസ് ഇതിലേക്കൂടി സഞ്ചരിച്ച് കുറച്ച് ഹോൾസുകൾ, ബാക്കി ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കാരണം ഇങ്ങോട്ടായിരിക്കും കൂടുതൽ ഹോൾസുകൾ പോരുന്നത്. അതുപോലെ കുറച്ച് ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കാരണം ഈ ഹോൾസുകൾ സഞ്ചരിച്ച് ഇവിടെ വരികയും ഇലക്ട്രോണുകൾ സഞ്ചരിച്ച് ഇവിടെ വരികയും ചെയ്യും. ഇപ്പോൾ ഈ വോൾട്ടേജ് മൂലം ഒരു 10% ഒരു അസംഷനാണ്. 10% ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് സഞ്ചരിച്ചെങ്കിൽ ബാക്കി 90% ഇലക്ട്രോണുകളും ഇങ്ങോട്ട് സഞ്ചരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയൊരു കറണ്ട് ഫ്ലോ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് ഉണ്ടാവും. കറണ്ട് എമിറ്റ് IB IE IC. അപ്പോൾ ഒരു ശക്തമായ ഒരു കറണ്ട് ഫ്ലോ കളക്ടറിൽ നിന്ന് എമിറ്ററിലോട്ടുണ്ടാവും. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ബേസ് ടു എമിറ്റർ കറണ്ടിനേക്കാളും ബേസ് കറണ്ടിനേക്കാളും വളരെ വലിയൊരു കറണ്ടായിരിക്കും കളക്ടറിൽ നിന്ന് ഒഴുകുന്നത്. ഇതാണ് ഇതിൻ്റെ സാധാരണ ഒരു അടിസ്ഥാന തത്വം. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ഈ ബയാസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഞാൻ ഇതൊരു വർക്കിങ്ങിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. ഇവിടെ നമ്മൾ സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ആ സിഗ്നലിലുള്ള ചെറിയ വേരിയേഷൻ മൂലം ഇവിടെ വലിയൊരു വേരിയേഷൻ ഉണ്ടാവും കറണ്ടിൽ. കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. ആംപ്ലിഫിക്കേഷനെ പറ്റി ഞാൻ ജസ്റ്റ് പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. എന്ന് വെച്ചാൽ ഇതിലേക്കൂടി ഒഴുകുന്ന ചെറിയ കറണ്ടിൻ്റെ 10 മടങ്ങ് ഈ കളക്ടറിലൂടെ കറണ്ട് ഒഴുകും. അതാണ് ഇതിൻ്റെ ബേസിക് തത്വം എന്ന് പറയാവുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട്. IE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IB + IC ആണ് ടോട്ടൽ കറണ്ട്. കളക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് കറണ്ടും കളക്ടർ കറണ്ടും കൂടിയതാണ് എമിറ്റർ കറണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല ഇത് മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഉള്ളതാണ് ഇതിൻ്റെ ബയാസിംഗ് ആണ് ഇനിയുള്ളത്. ബയാസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ബയാസിങ് നമുക്ക് പറയുകയാണെങ്കിൽ 3 ടൈപ്പ് ബയാസിങ് ഉണ്ട്. ഒന്ന് ആക്റ്റീവ് റീജിയനിൽ ബയാസ് ചെയ്യിപ്പിക്കുക. അടുത്തത് സാച്ചുറേഷൻ റീജിയനിൽ ബയാസ് ചെയ്യിപ്പിക്കുക. അടുത്തത് കട്ട് ഓഫ് റീജിയനിൽ ബയാസ് ചെയ്യിപ്പിക്കുക. ആക്റ്റീവ് റീജിയനിൽ ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്യിപ്പിച്ചേക്കുന്നത് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇതാണ് ആക്റ്റീവ് റീജിയനിൽ ബയാസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ റീജിയനിൽ ബയാസ് ചെയ്യിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് മാത്രമാണ്. ആംപ്ലിഫിക്കേഷൻ ഓസിലേറ്ററിൽ
ഓസിലേറ്റർ ചെയ്യണ ചെറിയൊരു ഓസിലേഷൻ വലിയ ഓസിലേഷനായിട്ട് മാറ്റും. അതിനകത്ത് 2 ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നു, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നു. അത്തരം കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ആംപ്ലിഫിക്കേഷനിൽ ഉപയോഗിച്ചേക്കണ ബയാസിംഗ് ആണ്. എന്നാൽ സാച്ചുറേഷനിലാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫോർവേഡ് ബയാസ് കൊടുത്തല്ലേ, അതുപോലെ തന്നെ ഇവിടെയും ഫോർവേഡ് ബയാസ് കൊടുക്കുക. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും, എന്ന് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ട്രാൻസിസ്റ്റർ ആ സമയത്ത് ഒരു ട്രാൻസിസ്റ്റർ ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇതിലേക്കുള്ള കറണ്ട് ഫുൾ ഇതായിരിക്കുന്നു. കറണ്ട് ടോട്ടൽ കറണ്ട് ഇതിലേക്കൂടി ഇങ്ങനെ ഇത് ഷോർട്ടായിരിക്കും ഈ സാച്ചുറേഷൻ റീജിയനിൽ. എന്ന് വെച്ചാൽ ആംപ്ലിഫിക്കേഷൻ ഒന്നും നടക്കില്ല അവിടെ ഒരു പക്ക ഷോർട്ട് സർക്യൂട്ടാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മൾ എത്ര വോൾട്ട് കൊടുത്താൽ ആ വോൾട്ടേജ് ഇതിനകത്ത് കിട്ടും. മറ്റേതുപോലെ വേറെ വേരിയേഷൻ ഒന്നുമില്ല. അതുപോലെ കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റിവേഴ്സ് കൊടുക്കാം. ഇപ്പം ഇവിടെ ഫോർവേഡ് കൊടുത്തില്ല, ഇവിടെ ഓൾറെഡി റിവേഴ്സ് ആണ്, ഇതും റിവേഴ്സ് ചെയ്യുക. അപ്പം എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ ഓപ്പൺ ആണ്, ഒരു കറണ്ട് ഫ്ലോ ഇല്ല. ഒന്നും ഒരു കറണ്ട് ഫ്ലോ സംഭവിക്കുന്നില്ല. ഇവിടെ എന്ത് കൊടുത്താൽ ആ വോൾട്ടേജ് അവിടെ തന്നെ അതുപോലെ നിൽക്കും. അപ്പോൾ ഒരു ഇലക്ട്രോണും ഇവിടെ ഫ്ലോ ചെയ്യുന്നില്ല. അതാണ് കട്ട് ഓഫ് റീജിയൻ. ഈ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ സ്വിച്ചാണ്. ട്രാൻസിസ്റ്ററിനെ നമ്മൾ സ്വിച്ചാക്കി മാറ്റുകയാണ്. ഇത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ പ്രതിഭാസം, ഈ ട്രാൻസിസ്റ്റർ എന്തിനാണ് സ്വിച്ച് ആക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സാധാരണ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്വിച്ച് എത്ര പ്രാവശ്യം ഒരു സെക്കൻഡിൽ ഓൺ ആക്കാൻ പറ്റും? കൂടിപ്പോയാൽ ഒരു 3-4 പ്രാവശ്യം, 5 പ്രാവശ്യം നമുക്ക് നോക്കാം. 5 ടൈംസ് നമുക്ക് ഒരു സെക്കൻഡിൽ ഓൺ ആക്കാൻ പറ്റും മാനുവലി. പക്ഷെ നമുക്ക് ഒരു ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫ്രീക്വൻസിയെ, ഒരു ഡിജിറ്റൽ ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു മില്യൺ ടൈംസ് ഓൺ ഓഫ് ആകേണ്ടി വരും. ഒരു 1 കിലോ ഹെർട്സ് സിഗ്നൽ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 1 കിലോ ഹെർട്സ് എന്ന് പറയുമ്പോഴേക്കും 1000 ഹെർട്സ് ആണ്. 1000 ഹെർട്സ്. ഈ 1000 ഹെർട്സ് 1000 പ്രാവശ്യം നമുക്കൊരിക്കലും മാനുവൽ ഓൺ ആക്കാൻ പറ്റില്ല. അതിനാണ് ഈ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത് സ്വിച്ചിങ്ങിന്. ഈ സ്വിച്ചിങ് പർപ്പസ് കൊണ്ടാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നൊരു മേഖല തന്നെ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആംപ്ലിഫിക്കേഷനോ വേറെ ഒന്നും വേണ്ട. ഇവിടെ 1-0 കൊണ്ടുള്ള കളിയാണ്. 1-0 വെച്ചുള്ള ഒരു കളിയാണ് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ. എന്ത് ചെയ്യണം, ഇപ്പം നമുക്കൊരു ഗേറ്റ് സർക്യൂട്ട്സ് തുടങ്ങി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിക്കോട്ടെ, കൗണ്ടേഴ്സ് ആയിക്കോട്ടെ, രജിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, മെമ്മറീസ് ആയിക്കോട്ടെ, മൈക്രോ പ്രൊസസർ ആയിക്കോട്ടെ, കൺട്രോളർ ആയിക്കോട്ടെ, എല്ലാത്തിലും സ്റ്റോറിങ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് 1-0 ആയിട്ടാണ് നമുക്കറിയാവുന്ന സംഭവമാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാൻസിസ്റ്ററിന് ഇതുപോലെ സ്വിച്ച് എന്ന പർപ്പസിൽ ഉപയോഗിക്കണോണ്ടാണ്. ഇപ്പം നമ്മൾ പറയാം മൈക്രോ പ്രൊസസറിൽ മില്യൺ കണക്കിന് ട്രാൻസിസ്റ്ററുണ്ട്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിങ് ആണ്, അല്ലാണ്ട് അവിടെ ആംപ്ലിഫിക്കേഷൻ ചെയ്യാനില്ല. അതുകൊണ്ട് ഇതൊരു ട്രാൻസിസ്റ്ററിനെ സ്വിച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മറ്റേ നമ്മൾ വാക്കുകൊണ്ട് ഉപയോഗിച്ച് ഒരു സ്വിച്ച് ഉണ്ടാക്കി ഇലക്ട്രോൺ ചൂടായി വന്ന് അതിനാണ് എന്താ പറയുക സിഗ്നലൊക്കെ ഇത്ര വലിയ ഫ്രീക്വൻസി സിഗ്നലൊക്കെ ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഈ സെമി കണ്ടക്ടർ ആകുമ്പോൾ ഫാസ്റ്റ് സ്വിച്ചിങ് ആണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നമ്മളൊരു ട്രാൻസിസ്റ്ററിനെ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുമ്പോൾ കളക്ടറിലൂടെ ഹൈ കറണ്ട് ഒഴുകുന്നുണ്ട്. അങ്ങനെ കൂടുതൽ കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ചൂടാവും, എക്സസ് ഹീറ്റ് വരും. അങ്ങനെ ആ ട്രാൻസിസ്റ്റർ കത്തിപ്പോവും. ആ അവസ്ഥ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഹീറ്റ് സിങ്ക് ഇട്ട് കൊടുക്കും. ആ പ്രോപ്പർട്ടിനെ പറയുന്ന പേര് നമ്മൾ തെർമൽ റണ്ണവേ എന്നാണ് പറയുന്നത്. അത് ഒഴിവാക്കാൻ നമ്മൾ ഹീറ്റ് സിങ്ക് ഇട്ട് കൊടുക്കണം. അത് ആംപ്ലിഫിക്കേഷനിലും നമ്മുടെ സ്വിച്ചിങ് പർപ്പസിലും സാച്ചുറേഷനിലും കട്ട് ഓഫിലും വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഈ നമ്മ ഇതിനകത്ത് ട്രാൻസിസ്റ്റർ 1-2 ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ വന്നില്ലേ സ്വിച്ചിങ് ഹൈ കറണ്ടാണ് ഒഴുകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഹീറ്റ് സിങ്ക് ഇട്ട് കൊടുക്കണം. വല്ല സിഗ്നൽ മാത്രമാണ് ചെറിയൊരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ ചെറിയ വോൾട്ടേജ് സ്വിച്ചിങ്ങിന് മാത്രം ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് സാധാരണ ഉപയോഗിക്കണ 18-15 ട്രാൻസിസ്റ്റർ, 18-15, 10-15 ഇതെല്ലാം ഫ്രീക്വൻസി ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കണം. അതിനൊന്നും ഹീറ്റ് സിങ്കിൻ്റെ ആവശ്യമില്ല, ചെറിയ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. എനിവേ ഞാൻ ജസ്റ്റ് അത്രയും കാര്യം പറഞ്ഞെന്നുള്ളൂ. അടുത്തത് ഇതാണ് ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ
നെഗറ്റീവ് കൊടുത്തിട്ട് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ കണ്ടീഷനിൽ ഒന്നും വർക്ക് ചെയ്യില്ല. ഇവിടെ പോസിറ്റീവ് കൊടുക്കുമ്പോഴേക്കും ഇത് രണ്ടും ആക്റ്റീവ് റീജിയനിലോട്ടാവും. സോറി, ആക്റ്റീവ് അല്ല, സാച്ചുറേഷനിലോട്ട് പോകും. സാച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റർ ഇട്ടേക്കണ കറണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഈ റെസിസ്റ്റർ ഇട്ടേക്കണ LED-യിലൂടെ ഒഴുകണ കറണ്ട് കൺട്രോൾ ചെയ്യാം. ഈ സമയത്ത് LED കത്തില്ല. ഇത് മുട്ടിക്കാൻ ഈ കോണ്ടാക്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ വരും. ഇത് NPN ആണ്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ N ടൈപ്പ്. ഓൾറെഡി പോസിറ്റീവ് ഇല്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് മാത്രം. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലേക്ക് കൂടി കറണ്ട് ഒഴുകും. ആ സമയത്ത് മാക്സിമം കറണ്ട് ഇവിടെ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ പ്രിൻസിപ്പിൾ പോലെ ഇത് ഷോർട്ടാവും. ഈ ഷോർട്ടാകുമ്പോൾ എന്താ വെച്ചാൽ LED-യിലൂടെ കറണ്ട് ഒഴുകി, ഇതിലെ കൂടി കറണ്ട് ഒഴുകി LED ബ്രൈറ്റ് ആവും, കത്തും. ഇത് ഓപ്പൺ ആകുന്ന സമയത്ത് ഇതിൽ ഇവിടെ പൊട്ടൻഷ്യൽ വരെയില്ല. അപ്പോൾ എന്ത് പറ്റും, കട്ട് ഓഫ് റീജിയനിലാണ് ട്രാൻസിസ്റ്റർ ഓപ്പൺ ആയി. ഇത് എത്ര ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റും, അതുപോലെ LED-യെ നമുക്ക് ബ്ലിങ്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അത്ര സർക്യൂട്ടുകൾ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നതാണ്. ഇതാണ് നമ്മൾ ആക്റ്റീവ് റീജിയനിൽ. ഇതിപ്പോൾ ഒരു ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടാണ്. ഇതൊരു NPN ആംപ്ലിഫയർ സർക്യൂട്ടാണ്. ഇത് ബയാസിങ് റെസിസ്റ്ററാണ്, ഇത് ലോഡ് റെസിസ്റ്ററാണ്. ഇത് ബയാസിങ് റെസിസ്റ്റർ, ഇത് കപ്ലിംഗ് കപ്പാസിറ്ററാണ്. കപ്ലിംഗ് കപ്പാസിറ്റർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സിഗ്നൽ വരുന്ന ഓഡിയോ സിഗ്നലിനെ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുക. ഓഡിയോ സിഗ്നലിനെ കപ്പിൾ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് DC എന്തെങ്കിലും കമ്പണൻസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരാണ്ടിരിക്കാനാണ്. എന്ന് വെച്ചാൽ കപ്പാസിറ്റർ DC-യെ ബ്ലോക്ക് ചെയ്യും. അത്തരം കാര്യങ്ങൾ കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടിയെ പറ്റി ഞാൻ പിന്നീട് പറയുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. അപ്പോൾ DC-യെ ബ്ലോക്ക് ചെയ്ത് AC-യെ കടത്തിയുള്ളൂ. അപ്പോൾ AC സിഗ്നൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതുപോലെ ബയാസ് ചെയ്തിട്ടേക്കണം. ഞാൻ 3 വോൾട്ട് ഈ റെസിസ്റ്ററിൽ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ 9 വോൾട്ട് ഡ്രോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ആക്റ്റീവ് റീജിയനിലായി. ഇത് ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഫോർവേഡ് ബയാസ്, ഇവിടെ റിവേഴ്സ് ബയാസ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ പറഞ്ഞ പോലെ ഇത് ഈ സിഗ്നലിനനുസരിച്ച് ഇതിലെ കൂടി ചെറിയ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇങ്ങനെ കറണ്ട് ഫ്ലോ എമിറ്റർ ടു ബേസ് ഇങ്ങനെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതിന് ആനുപാതികമായിട്ട് വോൾട്ടേജിനനുസരിച്ച് ഹൈ കറണ്ട് ഇതിലെ കൂടി ഒഴുകും. ഇതായാലും ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. ഒരു ബേസിക് കാര്യം മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇത് ഔട്ട്പുട്ട് നമ്മൾ ഔട്ട്പുട്ട് ഇവിടെ നിന്ന് എടുക്കും. പിന്നെ അടുത്ത ഇതിപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് PNP ട്രാൻസിസ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അകത്തോട്ടാണ് ഇതിൻ്റെ സിമ്പൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അടുത്തത് പറയണത് ട്രാൻസിസ്റ്ററിനെ നമ്മൾ 3 വിധത്തിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അത് ഓരോ ഫങ്ഷൻ പർപ്പസിന് എടുത്താണ്. ട്രാൻസിസ്റ്റർ നമുക്ക് 3 വിധത്തിൽ കോൺഫിഗർ ചെയ്യാം. ഒന്ന് കോമൺ ബേസ് കോൺഫിഗറേഷൻ, ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, ഇത് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഫിഗറേഷൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഫിഗറേഷനിൽ നമുക്ക് സിഗ്നൽസിനെ ചെറിയ ചെറിയ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാനാണ്. ഇത് വോൾട്ടേജ്, ചെറിയൊരു വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു പ്രീആംപ്, ഓഡിയോ സിഗ്നലിൽ ഉപയോഗിക്കുന്ന പ്രീആംപ്സ്, അതിനെല്ലാം ഈ ടൈപ്പ് ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കുക. മൈക്രോഫോണിൽ നിന്നൊക്കെ നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ മൈക്രോഫോണിനും മൈക്രോഫോണിൻ്റെ ഔട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പ്രീആംപ്, നമ്മൾ മിക്കവർക്കും അറിയായിരിക്കും പ്രീആംപ് എന്താണെന്ന്. ആ പ്രീആംപ് ഉപയോഗിക്കണ ഈ കോമൺ ബേസ് കോൺഫിഗറേഷനാണ്. ഇനി അടുത്തതാണ് കോമൺ, ഇത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ പവർ ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കുന്ന കോൺഫിഗറേഷനാണ്. എന്ത് വെച്ചാൽ നമ്മൾ സ്പീക്കറിലോട്ട് ഇപ്പോൾ ഒരു പാട്ട്, ഇപ്പോൾ ഒരു ആംപ്ലിഫയർ, സൗണ്ട് ആംപ്ലിഫിക്കേഷൻ്റെ അവസാന സ്റ്റേജിൽ വന്ന ആംപ്ലിഫയർ ഈ കോൺഫിഗറേഷനിലായിരിക്കും ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ, മാക്സിമം കറണ്ട് കോയിലൂടെ ഒഴുകിയാലാണ് നമുക്ക് നല്ല ബാസും എന്തുവായിട്ട് ട്രബിളും ആയിക്കോട്ടെ, അത് ഡിപ്പെൻഡിങ് ഓൺ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി. അതിന് വേണ്ടിയാണ് ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് ബേസിനും എമിറ്ററിനും ഇടയിൽ കൊടുത്ത് ഔട്ട്പുട്ട് എമിറ്ററിനും കളക്ടറിനും ഇടയിൽ എടുക്കും. ഇവിടെ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എമിറ്ററിനും ബേസിനും ഇടയിൽ ഇൻപുട്ട് കൊടുത്തിട്ട് കളക്ടറിനും ബേസിനും ഇടയിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കും. അവസാനത്തെയാണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന പേര് എമിറ്റർ ഫോളോവർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ കോൺഫിഗറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇംപിഡൻസ് മാച്ചിങ്ങിനാണ്.
എന്തുകൊണ്ടെന്നാൽ ഇനി ഇൻപുട്ട് ഇമ്പിഡൻസ് ഭയങ്കര വലിയ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറവായിരിക്കും. അതുകൊണ്ട് ഇമ്പിഡൻസ് മാച്ചിങ്ങിനാണ് ഈ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഇത് കോമൺ കളക്ടർ ഞാനിവിടെ എഴുതിയിട്ടില്ല. കോമൺ കളക്ടർ കോമൺ എമിറ്റർ കോമൺ ബേസ്, ഇത് ഇങ്ങനെ ഒരു 3 കോൺഫിഗറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ പറയാനായിട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. താങ്ക് യു.